ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കേൾക്കാൻ കൃപയൊരുക്കിയ മഹോന്നതനായ കർത്താവിന് ഈ പ്രഭാതത്തിൽ നന്ദിയും സ്തുതിയും അർപ്പിക്കാം. ഇന്ന് ഞായറാഴ്ച ദിവസം നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ദൈവാനുഗ്രഹം നിറയാൻ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലൂടെ ദൈവം ഒരത്ഭുതം നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ നിന്നും അന്ധകാര ശക്തി മാറി കുടുംബത്തിൽ ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ എപ്പോഴും ദൈവം വാഴുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലുള്ളവരെല്ലാം സന്തോഷം അനുഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബം സാമ്പത്തിക ഭദ്രത അനുഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ വസിക്കാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. എല്ലാം ശുഭകരമായി നടക്കട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിയോഗം സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ ഏറ്റവും ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 59 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ദൈവമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ എതിർക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അതാ അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു. ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു. കർത്താവേ, ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല, എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയടുക്കുന്നത്. ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ. അങ്ങ് തന്നെ എന്നെ കാണണമേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ഭവനത്തെ, ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, ശത്രുകരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ, ഭവനത്തെ, കുടുംബാംഗങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളെ എതിർക്കുന്നവരിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി വിടുവിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്കു വേണ്ടി സാത്താൻ ഒരുക്കുന്ന എല്ലാ ദുഷ്ട തീരുമാനങ്ങളെയും ദുഷ്ടപ്രവർത്തനങ്ങളെയും ഈശോയെ, നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലെ അത് ചിതറിപ്പോകട്ടെ, അതില്ലാതെയായി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കണമേ, സമാധാനം വർദ്ധിപ്പിക്കണമേ. ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതം, സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നതിന് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഇന്ന് കർത്താവ് ഈ മക്കളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ വാഴണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തിക ഭദ്രതയുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഭവനത്തിൽ, കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ വീണ്ടെടുക്കുന്നതിനും കടബാധ്യതകളെ കൊടുത്തു തീർക്കുന്നതിനും സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകുന്നതിനും ആരോഗ്യത്തോടെ, ആയുസ്സും ആരോഗ്യത്തോടെയും ജീവിക്കുന്നതിന്, സന്തോഷത്തിൻ്റെ ജീവിതം നയിക്കുന്നതിന് ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിച്ച് നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബത്തിൽ നിന്ന് പിണങ്ങി മാറിപ്പോയവരെ നിൻ്റെ അനന്തമായ കാരുണ്യം കൊണ്ട് തിരികെ വിളിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ, സന്തോഷത്തെ വീണ്ടും തിരികെ തരണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു.
കാത്തുകൊള്ളണമേ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി എത്തട്ടെ. അവരുടെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ വീണ്ടെടുക്കുന്നതിന് കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതം, സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം സ്വപ്നം കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, പരീക്ഷ എഴുതാൻ പോകുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിനക്ക് പ്രത്യേകമായി സമർപ്പിച്ചു തരുന്നു. ബിടെക്കിൻ്റെ പരീക്ഷ സെമസ്റ്റർ എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 20-ാം തീയതിയും 24-ാം തീയതിയും തുടങ്ങുന്ന പരീക്ഷയിൽ എഴുതുന്ന എല്ലാ കുഞ്ഞുമക്കളെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് നല്ലൊരു ഫലം കാണാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നീ ആശീർവദിക്കണമേ. കുടുംബത്തിൽ നിന്ന് പോകുന്നവരെയും വരുന്നവരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ദൈവം വസിക്കുന്ന ആലയമായി മാറാൻ, ഞങ്ങളുടെ ശരീരം ദൈവം വസിക്കുന്ന ആലയമായി മാറാൻ, ഞങ്ങൾ ഓരോരുത്തരും ദൈവം വസിക്കുന്ന ആലയമായി മാറാൻ കർത്താവേ, നിൻ്റെ കൃപയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിനക്കെല്ലാം സാധ്യമാണ്. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നീ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ. കുടുംബത്തിൽ നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെ തടസ്സങ്ങൾ കൂടാതെ നടക്കാൻ കർത്താവേ നീ ആശീർവദിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളിൽ നിന്നും ദൂരെ അകറ്റി നിർത്തണമേ. ഞങ്ങളുടെ സഹായത്തിനു വേണ്ടി നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളെ കരുതുന്ന ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ഭവനത്തിന് ചുറ്റും ദൈവത്തിൻ്റെ അഗ്നിമതിൽ തീർത്ത് യാതൊരു ദുഷ്ടതയും അകത്തു വരാതെ കർത്താവേ, എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ദുഷ്ടതകൾ എന്നേക്കുമായി പുറത്തു പോകുന്നതിനു വേണ്ടി നിൻ്റെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കരുണാമയനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് നീ ഉത്തരമരുളണമേ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവാനുഗ്രഹങ്ങളെ വീണ്ടും പടുത്തുയർത്തുവാൻ, വീണ്ടും പ്രാപിക്കുവാൻ നിൻ്റെ അത്ഭുത കരങ്ങൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ, ഭവനത്തെ, യാത്രകളെ എല്ലാം നീ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഭവനത്തിൽ, കുടുംബത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങളെ അയച്ച് നിങ്ങളുടെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും നിറയട്ടെ. ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന എപ്പോഴും എന്നേക്കും നിങ്ങളോടൊപ്പമുണ്ടാകും. ഏതൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, തകർച്ചകളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, സത്യസന്ധമായ പ്രാർത്ഥന കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുക. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെ 5 മണിക്കും രാത്രി 7 മണിക്കുമുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.